ഇപ്പോൾ കിട്ടിയത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. നടി ശ്രീലേഖ മിത്രയുടെ ഗുരുതര വെളിപ്പെടുത്തലിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവി ഒഴിയാൻ സംവിധായകൻ രഞ്ജിത്തിനോട് സർക്കാർ ആവശ്യപ്പെട്ടതായി സൂചന. വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാംസ്കാരിക വകുപ്പിനോട് രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടതായി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വയനാട്ടിലുള്ള രഞ്ജിത്ത് വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക പദവി സംബന്ധിച്ച ബോർഡ് എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ലൈംഗികാരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, വയനാട്ടിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട്ട് നിന്ന് മിഥില ബാലൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിലപാടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിൽ സർക്കാർ വലിയ രീതിയിലുള്ള വിമർശനം നേരിടുകയും പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. സർക്കാരിന് വലിയൊരു പ്രതിച്ഛായ നഷ്ടം അതുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുന്ന സാഹചര്യം, പൊതുസമൂഹത്തിൽ നിന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനം അതിശക്തമായി ഉയരുന്ന പശ്ചാത്തലം, അതിനിടയിൽ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. സർക്കാർ അത് ആവശ്യപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷഫീദ്, ശ്രീജിത്ത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്, ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ലഭിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും പരാതിയുമായി വന്നാൽ, ആരെങ്കിലും പേര് വെളിപ്പെടുത്തിയാൽ, അനുഭവങ്ങൾ വെളിപ്പെടുത്തിയാൽ അക്കാര്യത്തിൽ നടപടി എടുക്കും എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ശ്രീലേഖ മിത്ര ഇതുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. ഇതോടുകൂടി സർക്കാർ പൂർണ്ണ അർത്ഥത്തിൽ വെട്ടിലായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ സിനിമാ മന്ത്രിയായ സജി ചെറിയാൻ രഞ്ജിത്തിനെ സംരക്ഷണ നിലപാടായിരുന്നു ആദ്യം എടുത്തതെങ്കിൽ പിന്നീട് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നിലപാട് മാറ്റുന്ന സാഹചര്യമുണ്ടായി. മുന്നണിക്കുള്ളിലും വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. പ്രത്യേകിച്ച് മുന്നണിയിലെ ഇടതു നേതാക്കൾ രഞ്ജിത്ത് ആ സ്ഥാനത്ത് തുടരുന്നതിലെ ധാർമ്മികത അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി. ഒടുവിൽ മുന്നണിക്കുള്ളിൽ ഒരു വിഭാഗം രഞ്ജിത്തിനെ മാറ്റണം എന്നുള്ള ആവശ്യം അതൊരു സമ്മർദ്ദമായി ഉയർത്തുകയും ചെയ്തു. രാജിവെക്കുകയാണ് നല്ലതെന്ന ഇടതുമുന്നണിയിൽ തന്നെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നു അതിൽ നിർണായകമായി മാറാനുണ്ടായിരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ടു എന്നുള്ള സൂചന ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതൊരു പക്ഷേ സ്വമേധയാ രഞ്ജിത്ത് രാജിവെച്ച് പോകുന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുക. എന്നിരുന്നാൽ പോലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയും തലവേദനയുമായി മാറിയിരിക്കുകയാണ് ശ്രീലേഖ മിത്രയുടെ തുറന്നു പറച്ചിൽ. നാളെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളുമായി ശ്രീലേഖ മിത്ര വന്നാൽ സംസ്ഥാന സർക്കാർ, സ്ത്രീ സുരക്ഷ അടക്കം പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ചലച്ചിത്ര അക്കാദമി എന്ന് പറയപ്പെടുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ തന്നെ പേരെടുത്തൊരു വിമർശനം ഉയരുകയും അയാൾ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്താൽ സർക്കാരിന് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രവുമല്ല സർക്കാരിന് സമ്മർദ്ദമേറും. അതടക്കമുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതുകൊണ്ടുകൂടിയാണ് രഞ്ജിത്തിന്റെ രാജി എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് ഒരു തീരുമാനം അറിയാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഒരു പക്ഷേ ഉണ്ടാകില്ല, അദ്ദേഹത്തിന്റെ രാജി ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുന്നണിക്കകത്ത് നിന്ന് തന്നെ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലമുണ്ട്, എതിരഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിൽ രഞ്ജിത്തിന്റെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്, രാജി ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനിടെ ഈ രഞ്ജിത്തിന്റെ കാറിൽ നിന്ന് ഔദ്യോഗിക ബോർഡ് ഒഴിവാക്കിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ അതിൻ്റെ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. വിപിൻ, ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു. ഇതാ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്ന ഒരു പ്രകാരമാണെങ്കിൽ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അത് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത അത് അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുന്നു. അതിനിടയിൽ ഈ ബോർഡ് അഴിച്ചുമാറ്റിയ നടപടി, ഇന്നത്തെ പ്രതിഷേധം, അതിനെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത് വിപിൻ സി വിജയൻ? റിജിത്ത്, സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇന്ന് രാവിലെ വയനാട്ടിൽ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുകയായിരുന്നു. തൃക്കൈപ്പറ്റയിലുള്ള വെള്ളിത്തോട് എന്നുള്ള അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു 11 മണിയോടുകൂടി അവിടേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമായിട്ടുള്ള ഇന്നോവ കാർ ഉണ്ടായിരുന്നു, അതിന് ബോർഡും ഉണ്ടായിരുന്നു. ഈ സമയത്താണ്, ഏകദേശം ഉച്ചയോട് കൂടിയായിട്ടാണ് അവിടെ രഞ്ജിത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ നടി ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും കൂടുതൽ പ്രതിഷേധങ്ങൾ പല ഭാഗത്തും ഉയർന്നൊരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ഈ റിസോർട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. ഈ മാർച്ചിൽ റിസോർട്ടിന്റെ അകത്തേക്ക് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വരികയും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. രഞ്ജിത്ത് രാജിവെക്കണം എന്നുള്ള ആവശ്യമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചത്. അപ്പോൾ ആ സമയത്ത് അവിടെ പേരിലുണ്ടായിരുന്ന പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഒരു ബസ് നിറയെ തന്നെ പോലീസുകാർ ഈ റിസോർട്ടിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു. ഈ പോലീസുകാർ ഇത്രയും സമയം നിന്നു. അപ്പോഴൊക്കെ ഈ റിസോർട്ടിന്റെ ആളുകൾ ഉൾപ്പെടെ, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെ രഞ്ജിത്ത് അവിടെ നിന്നും പോയി കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ പ്രധാന
വഴികളിലൂടെ അല്ല അദ്ദേഹം പോവുകയും ചെയ്തത്. ഈ പോയി എന്ന് പറയുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനവും അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. 2:30 കൂടിയാണ് ആ റിസോർട്ടിലെ ജീവനക്കാർ ഈ ഔദ്യോഗിക വാഹനത്തിന്റെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് എഴുതിയിട്ടുള്ള ബോർഡ് അവിടെ നിന്നും അഴിച്ചു മാറ്റിയതും ആ വാഹനം അവിടെ നിന്നും മാറ്റുകയും ചെയ്തത്. ഇന്നോവ കാർ ആ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് ആ സമയം പോവുകയും ചെയ്തു. പിന്നീട് ആ വാഹനം അല്പസമയം കൂടി നമ്മൾ അവിടെ നിന്നു എന്നുണ്ടെങ്കിലും പിന്നീട് ആ വാഹനം തിരിച്ചു വന്നിട്ടില്ല. പോലീസുകാർ എല്ലാവരും തന്നെ റിസോർട്ടിൽ നിന്ന് ആ സമയത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. നിലവിൽ വയനാട്ടിൽ നിന്ന് രഞ്ജിത്ത് പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. ഇപ്പോൾ എവിടെ എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിളിച്ചിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതുമാണ് നിലവിലെ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ രാജിയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ ബോർഡ് അഴിച്ചു മാറ്റിയത് എന്നുള്ള കാര്യങ്ങളിലടക്കം സജീവമായ ചർച്ച തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം എവിടെയാണ്, അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അദ്ദേഹം വയനാട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നുള്ള വിവരമാണ്. ഇന്നലെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തേക്ക് അറിയിച്ചത്. ശ്രീജിത്ത്. ശരി, വിപിൻ സി വിജയൻ വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രഞ്ജിത്ത് വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക പദവി സംബന്ധിച്ച ബോർഡ് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈംഗികാരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിഥില ബാലൻ അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥില, സ്വാഭാവികമായും തുടർ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് പോലീസ്. ക്രമീകരണങ്ങൾ എങ്ങനെ, അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെ മിഥില? ശ്രീജിത്ത്, ഞാനുള്ളത് രഞ്ജിത്തിന്റെ ചാലപ്പുറത്തെ വീടിന് മുന്നിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെയുണ്ട്. വയനാട്ടിലെല്ലാം കണ്ട പ്രതിഷേധം കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കസബ പോലീസിന്റെ നേതൃത്വത്തിൽ രഞ്ജിത്തിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം എന്നത് രഞ്ജിത്ത് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു. രഞ്ജിത്ത് അങ്ങനെയെങ്കിൽ എത്തേണ്ടത് കോഴിക്കോട്ടെ ഈ വീട്ടിലേക്കാണ്. ഇതുവരെ രഞ്ജിത്ത് എത്തിയിട്ടില്ല. എന്നാൽ രഞ്ജിത്ത് എങ്ങോട്ട് പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വരികയാണെങ്കിൽ അത് കോഴിക്കോട്ട് ഈ ചാലപ്പുറത്തെ ഈ വീട്ടിലേക്കാണ് രഞ്ജിത്ത് എത്തേണ്ടത്. പക്ഷേ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, പ്രതിഷേധം രഞ്ജിത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള, നേരത്തെ നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള ഒരു പ്രതിഷേധം വയനാട്ടിൽ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു സാധ്യത കോഴിക്കോടും പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തടയുക എന്ന ഒരു ലക്ഷ്യം വെച്ച് കാണുന്നതാണ് രഞ്ജിത്തിന്റെ വീട്. ഈ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ എത്താനുള്ള ഒരു സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹത്തെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിപിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രഞ്ജിത്ത് എവിടെ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതുവരെ ഈ വീട്ടിലേക്ക്, ചാലപ്പുറത്തെ ഈ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. വയനാട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. രാജിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എവിടെയായിരിക്കും ഉണ്ടാവുക, അദ്ദേഹം മാധ്യമങ്ങളെ എവിടെ നിന്ന് കാണും എന്നതെല്ലാം തന്നെ സുപ്രധാന ചോദ്യമാണ്. നിലവിൽ ഇപ്പോൾ കസബ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ വീടിന് മുമ്പിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയാൻ പോകുന്നു, രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള നിലയിൽ എത്തി നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ വീട്ടിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അമ്മ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് നടി ഉർവശി. സർക്കാരിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് അമ്മയാണ്. സിദ്ദിഖിന്റെ ഒഴുക്കൻ മറുപടി ശരിയായില്ല. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണം ഗൗരവമുള്ളത്. രഞ്ജിത്ത് മാറി നിൽക്കണമെന്നും ആരോപണത്തിൽ താരസംഘടനയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും ഉർവശി പറഞ്ഞു. അമ്മ സംഘടന വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് എനിക്ക്. അപ്പൊ ഒരു ആദ്യത്തെ ഒരു പ്രസ്താവന എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒഴികെ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് അതേ രീതിയിൽ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല, അതങ്ങനെ ഇല്ലായിരിക്കും അങ്ങനെ പറഞ്ഞു. നടൻ സിദ്ദീഖ് മോശമായി പെരുമാറിയെന്ന ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത്. ചെറിയ പ്രായത്തിലാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത്. പീഡനാനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റിയാണെന്ന് പറഞ്ഞ് സിദ്ദീഖ് അങ്ങനെയെങ്കിൽ ക്രിമിനലാണെന്നും രേവതി സമ്പത്ത് 24-നോട് പറഞ്ഞു. അവരുടെ വാക്കുകൾ കേൾക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ധാരാളം വെളിപ്പെടുത്തലുകൾ, പ്രതികരണങ്ങളൊക്കെ സിനിമാ മേഖലയിലെ സ്ത്രീകളിൽ നിന്നും വനിതകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പുതിയ കാല നടി കൂടിയായ രേവതി സമ്പത്ത് 24-നോടൊപ്പം ചേരുകയാണ്. അതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ വനിതകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നടക്കമുള്ള തൊഴിലിടത്തിലെ ചൂഷണ സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള പുതിയ കാല അഭിനേതാക്കൾക്ക് അതിൽ പ്രതീക്ഷയുണ്ടോ? എന്താ? ഐ തിങ്ക്
ഈ റിപ്പോർട്ടിന് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി ഉണ്ട്. അപ്പം ഇത് വന്നതിന് ഇനി എങ്ങനെ മുന്നോട്ട് ലീഗലി ആണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഇതിനെ എങ്ങനെ കാണുന്നു, അവരെന്തെല്ലാം കാര്യങ്ങളാണ് ഇനി തിരിച്ച് ഇതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിത് കൃത്യമായി എവിഡന്റ് ആണ്, ഇതാണ് എന്നുള്ളത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സയന്റിഫിക്കലി തന്നെ അതൊരു റിപ്പോർട്ടായിട്ട് നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് അതിനൊരു റെസ്പോൺസ് വളരെ പ്രയോറിറ്റി കൊടുത്ത് തന്നെ അതിന് മുന്നോട്ട് വരണം. മുമ്പ്, അതായത് വളരെ മുമ്പ് 2021 ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഈ ചില അഭിനേതാക്കളുടെ ടെക്നീഷ്യന്മാരുടെ അടക്കം പേര് ഈ സിനിമാ മേഖലയിലുള്ളവരുടെ സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്ന ഒരാൾ കൂടിയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഏത് രീതിയിലാണ് അന്നത്തെ ദുരനുഭവം, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അന്ന് ആ പേരുകൾ പുറത്തുവിടാൻ രേവതി തുനിഞ്ഞത്? സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നതാണ്. പ്രത്യേകിച്ച് അങ്ങനെ വേറെ സാഹചര്യം ഓൾമോസ്റ്റ് എൻ്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് എവിഡന്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അത് വിളിച്ച് പറയുക എന്നുള്ളത് അത്ര വലിയ ഈസി കാര്യമായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വളരെ യങ് ആയിരിക്കുമ്പോൾ നടന്ന ഒരു വിഷയമാണ് എനിക്കത്. അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിന്റെ ഒരു സീരിയസ്നെസ്സും അതിന്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും വൾണറബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നതും അത് തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ AMMA ജനറൽ സെക്രട്ടറിനെ, അദ്ദേഹത്തെയാണ് ഞാൻ ഒരു അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒബ്വിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എന്നെ ഇപ്പം ബീങ് എ സർവൈവർ നമുക്ക് മാറി നിന്ന് ഈ റെസ്പോൺസുകൾ നിരന്തരം TV-യിലൂടെയും പല മീഡിയയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നറിയോ. സോ ഇറ്റ്സ് ഹൈ ടൈം. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതിൽ എത്രയും പെട്ടെന്ന് ഒരു ലേറ്റ്നെസ് ഇല്ല. ബിക്കോസ് ഓൾറെഡി അത് ലേറ്റ് ആണ്. നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതായത് രേവതി പറയുന്നത് ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് രേവതിനെ ആ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ സെക്ഷുവലി അബ്യൂസ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ അത് എന്താണ് ആ ദുരനുഭവം എന്ന് വിശദീകരിക്കാമോ? ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തില്, അല്ലെങ്കിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ്, ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ആ സമയത്ത് വളരെ പ്രായം കുറവാണ്. ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, സ്കൂൾ ടൈമിൽ നിൽക്കുന്ന +2 കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത്. ഹായ് മോളെ. അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ്. ആൻഡ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. എസ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും അന്ന് ഒരു കൊച്ചായ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഒരു അഡൽഹുഡിൽ പോയപ്പോൾ പോലുമാണ് നമുക്കത് പ്രതികരിക്കാനുള്ള ഒരു ഇതൊക്കെ വരുന്നത് തന്നെ 100 തവണ ചിന്തിച്ചിട്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതായത് ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ലേറ്റർ ഓൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്ക് അല്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ്. അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് രേവതിയുടെ തന്നെ സഹപ്രവർത്തകരായ മറ്റു പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണോ? മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അവർ പേഴ്സണലി അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുമുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിന്നുള്ളത് എവിഡന്റ് ആയിട്ട് എനിക്ക് തന്നെ അറിയാം. പല കാരണങ്ങളുണ്ട് അവർക്ക് പ്രതികരിക്കേണ്ട. ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ട് ജീവിതത്തിൽ കുറെ വർഷങ്ങളും കുറെ സെന്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും? അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഞാൻ. നടൻ സിദ്ദീഖ് മോശമായി പെരുമാറിയെന്ന് ഗുരുതരമായ ആരോപണം ഉയർത്തുന്നു രേവതി സമ്പത്ത്. ഇപ്പോൾ മുകേഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അല്ല, അതെല്ലാം അമ്മയുടെ ഭാരവാഹികളുണ്ട്, അവർ പറഞ്ഞോളൂ. ഞാനിപ്പം ഭാരവാഹിയല്ല. അതൊക്കെ എനിക്കറിഞ്ഞൂടാ, അതിനെപ്പറ്റി ഒന്നും എനിക്കറിഞ്ഞൂടാ.
എൻ്റെ അടുത്ത് ആരും ഒരു പരാതിയായിട്ട് പണ്ട് മുതലേ എൻ്റെ അടുത്തൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം ആ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ഈ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ വെക്കുന്നതും അല്ല, അത് ഏറ്റവും ശ്ലാഘനീയമായ മറ്റുള്ളവരെല്ലാം കണ്ട് പഠിക്കണം. എല്ലാ സംസ്ഥാനക്കാരും കണ്ടു പഠിക്കണം. ഇങ്ങനെ ഒരു കമ്മിറ്റിയെ, കമ്മീഷനല്ല, ഒരു കമ്മിറ്റിയെ വെച്ചിട്ട്, ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്തോളം എന്തൊക്കെയാണ് പ്രോബ്ലംസ് അത് മനസ്സിലാക്കിയിട്ട് പറയുക. ഗവൺമെന്റ് ഏതൊക്കെ തരത്തിൽ അതിനെ പരിഹാരം കാണാൻ ഉള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് വെച്ചിരുന്നത്. അല്ലാതെ ഒരു കമ്മീഷൻ ആകുമ്പോഴാണ് ഇത് കേസെടുക്കാം, മറ്റേത് പറഞ്ഞ ഒരു ജുഡീഷ്യൽ ഒരു പവർ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഗവൺമെന്റ് പെരുമാറും, റിയാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അതൊക്കെ പുറത്ത് വരട്ടെ. പരാതി പറയുന്നവരിപ്പോൾ ഞാനൊക്കെ നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളൂ. പരാതി പറഞ്ഞവർ ഈ പരാതി എൻ്റെ പേരോ എൻ്റെ പരാതിയോ പുറത്തു വരരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നേരത്തെ വീണ്ടും കുഴപ്പത്തിലേക്കല്ലേ പോകുന്നത്. അപ്പൊ അത് എല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കട്ടെ എന്താണ് ചെയ്യാനൊക്കെ എന്നുള്ളത്. സംഘടനകളും ഗവൺമെന്റും ഒന്നിച്ച് തീരുമാനിച്ച് ഒരു തീരുമാനമെടുത്തിട്ട് തീർച്ചയായിട്ടും ഇത് ഒരു അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു വ്യക്തമായ മറുപടി ഇല്ലാത്ത രീതിയിലേക്ക് അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ അതിനെപ്പറ്റി ഞാനൊരു മെമ്പറാണ്. അപ്പൊ അത് അവര് നല്ല ഹോംവർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഇനിയും പറയുമായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറ്റിയിട്ട് വീണ്ടും വരുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമ്മയെപ്പറ്റി, അമ്മയുടെ ഒരു മെയിൻ ഭാരവാഹി അല്ലാത്തതുകൊണ്ട് പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. 4 വർഷം അതെല്ലാം അവരുടെ ആത്മവിശ്വാസമാണ്. അപ്പം നമ്മൾ വെളിയിൽ നിന്നിട്ട് രാജിവെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനത്തിരിക്കുമോ? എല്ലാ ദിവസവും ഓരോ ആരോപണങ്ങളല്ലേ. അപ്പോൾ ആ ആരോപണങ്ങളൊക്കെ രാജിവെച്ച് പോയിരുന്നെങ്കിൽ എന്താണ്? അപ്പോൾ അത് അവരുടെ ആത്മവിശ്വാസവും അവരുടെ മനസാക്ഷിയുമാണ് അതിന്റെ പ്രധാനമായിട്ട് നിൽക്കേണ്ടത്. അതിനകത്തൊന്നും എനിക്ക് ഒരു അഭിപ്രായം പറയാനൊക്കെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ തുടർ കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് MLA എന്ന നിലയിൽ കൂടി പറയാൻ പറ്റുന്നത്. അത് കയ്യിലിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുന്നു മുകേഷ്. അതുപോലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് തനിക്കറിയില്ല, സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തനിക്കറിയില്ല എന്നാണ് മുകേഷ് പറയുന്നത്. സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് വരാൻ ഇടയില്ല എന്നും മുകേഷ് പറയുന്നു. അങ്ങനെയെങ്കിൽ സിനിമ നിലനിൽക്കില്ല എന്ന് പറയുന്നു. രഞ്ജിത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കട്ടെ, രാജിവെക്കണമെന്ന ആവശ്യം താൻ മുന്നോട്ട് വെക്കുന്നില്ല, താൻ അങ്ങനെ പറയുന്നില്ല എന്നാണ് മുകേഷ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അമ്മയുടെ നിലപാടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഭാരവാഹിയല്ല, അമ്മ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പറയുന്നു മുകേഷ്. നടൻ സിദ്ദിഖ് മോശമായി പെരുമാറിയെന്ന ഗുരുതര ആരോപണം ഉയർത്തുന്നു യുവനടി രേവതി സമ്പത്ത്. ചെറിയ പ്രായത്തിലാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത് എന്ന് നടി പറയുന്നു. പീഡനാനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന നിലയുണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് എന്ന് പറഞ്ഞ സിദ്ദിഖ് അങ്ങനെയാണെങ്കിൽ ക്രിമിനലാണ് എന്നും രേവതി സമ്പത്ത് 24-നോട് പറയുന്നു. ഹരികൃഷ്ണനുമായി രേവതി സമ്പത്ത് വളരെ വിശദമായി സംസാരിച്ചിരുന്നു. ഹരികൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, ഗുരുതരമായ വെളിപ്പെടുത്തലാണ്, സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് നടി. ഈ ദുരനുഭവം ഉണ്ടായി, അത് പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ അവസരം നിഷേധിക്കപ്പെട്ടു, തൻ്റെ പരിചയത്തിലുള്ള സഹപ്രവർത്തകർക്കും സമാനമായ അനുഭവം ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നടി. എന്താണ് അവർ പറയുന്നത്? ഇതിൽ നിയമ നടപടി അവർ ആലോചിക്കുന്നുണ്ടോ ഹരികൃഷ്ണൻ? ഈ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ത്രീകളെ, അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. ആ തരത്തിലുള്ള പരാമർശങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് ഈ യുവ അഭിനേത്രി കൂടിയായ രേവതി സമ്പത്ത് ഇന്ന് 24-നോട് സംസാരിച്ചത്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ സിനിമയിലെ ഉന്നത താരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി. അതിന് പിന്നിൽ ഇത്തരത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ വർഷങ്ങളുടെ പരിചയം സിനിമയിലുള്ള സിദ്ദിഖിനെതിരെയാണ് ഗുരുതര ആരോപണം.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശാരീരികമായി തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതും വളരെ ചെറിയ പ്രായത്തിൽ ഈ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ്, സിനിമയുടെ പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇത്തരത്തിൽ ശാരീരികമായി തന്നെ പീഡിപ്പിച്ചു എന്ന തരത്തിലാണ്. അത് മാത്രവുമല്ല, തൻ്റെ സഹപ്രവർത്തകർക്കും ഈ നടനിൽ നിന്നും ദുരനുഭവം ഉണ്ടായി എന്ന് കൂടി അവർ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് സിദ്ദിഖ് പറഞ്ഞതിനെയും രേവതി സമ്പത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നോട് ഈ ദുരനുഭവം അല്ലെങ്കിൽ ഈ തരത്തിൽ സെക്ഷൽ അബ്യൂസ് ചെയ്ത ഈ സിദ്ദിഖ് ഒരു ക്രിമിനലാണ് എന്ന തരത്തിലുള്ള ആരോപണം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിൽ നിയമ നടപടി എന്നുള്ള ചോദ്യത്തിന് അത് അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അത്തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ തനിക്ക് സിനിമയിൽ അവസരം നഷ്ടമാകുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളടക്കം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരത്തെ തന്നെ വിശദമാക്കിയിട്ടുള്ളതാണ്. അതായത് ഇത്തരത്തിൽ അബ്യൂസ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായാൽ അതിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് സിനിമയിൽ അവസരം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അത് തനിക്കും ഉണ്ടായി എന്നുള്ളതാണ് രേവതി സമ്പത്ത് ഇന്ന് പറഞ്ഞത്. തൻ്റെ സുഹൃത്തുക്കൾക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കൂടി പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതീക്ഷയുണ്ട്. സർക്കാരിൽ ആണ് ഇതിന് ഇനി പ്രതീക്ഷയുള്ളത്. അവർ ഇതിൽ ഈ തരത്തിൽ കേസെടുത്ത നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് താൻ വിചാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, താരസംഘടനയുടെ വാർത്താ സമ്മേളനത്തിലൊക്കെ കണ്ടതാണ്, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പരാതി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് അന്വേഷിക്കും, കേസെടുത്ത് അന്വേഷിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ഈ അമ്മയുടെ ഈ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ തന്നെ ഇത്തരത്തിൽ ഗുരുതര ആരോപണവുമായി ഒരു അഭിനേത്രി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിജിത്ത്. ശരി, ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഗുരുതരമായ വെളിപ്പെടുത്തൽ ആരോപണം സിദ്ദിഖിന് നേരെ ഉയർത്തുന്നു നടി രേവതി സമ്പത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.